പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കോടതിയിലേക്ക് കയറാൻ പോകുന്ന വേദയെ ശ്രീകാര്യം ശ്രീനിവാസൻ വിളിച്ചു നിർത്തുന്നു. ശ്രീനിവാസൻ ചോദിച്ചു, ആ തേരാട്ടിൽ ശ്രീധരനോ തലയ്ക്ക് വെളിവില്ല. അയാളുടെ വാക്കും കേട്ട് വക്കീലിങ്ങനെ പുറപ്പെട്ടാലോ? ഇത് കേട്ട് വേദ പറഞ്ഞു, അത് കോടതി തീരുമാനിച്ചോളും. ആയിക്കോട്ടെ, ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കട്ടെ. ഇങ്ങനെ ഒരു കേസ് നടത്താൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ വിക്രവുമായിട്ട് വേദ പിരിയാൻ തീരുമാനിച്ചത്? ശ്രീനിവാസൻ ചോദിച്ചു. ഇത് ശ്രീകാര്യം ശ്രീനിവാസൻ നടത്തിയ ആസൂത്രിതമായൊരു കേസാ. അതും വിക്രമിൻ്റെ സ്വകാര്യ ജീവിതവുമായി എന്ത് ബന്ധം? വേദ ചോദിച്ചു. ഇത് ശ്രീധരൻ തേരാട്ടിലിൻ്റെ കള്ളക്കേസാണ്. ഇലക്ഷന് മുൻപ് അയാൾ മറ്റാർക്കോ വേണ്ടി നടത്തുന്ന ആസൂത്രിതമായ ഒന്നല്ലേ? ശ്രീനിവാസൻ ചോദിച്ചു. അങ്ങനെയാണ് കോടതിക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ. പിന്നെ എന്താ പ്രശ്നം? പക്ഷേ കോടതിക്ക് അങ്ങനെ തോന്നാനുള്ള സാധ്യതയില്ലെന്ന് മാത്രം. നമുക്ക് കോടതിയിൽ കാണാം. ഇത്രയും പറഞ്ഞ് വേദ പോയി. അങ്ങനെ വാദം തുടങ്ങി. വേദ പറഞ്ഞു, 5 വർഷം മുൻപ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസം ചെറിയനാട് മാർക്കറ്റിൽ വെച്ച് വട്ടിപ്പലിശ പിരിവിൻ്റെ പേരിൽ നടന്ന ഒരു ചെറിയ ലഹള വൈകിട്ടാകുമ്പോഴേക്കും ഒരു വലിയ കലാപമായി. ആ സംഭവം പിറ്റേന്ന് നടന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയ വരെ ബാധിച്ചു. 2 പേർ കൊല്ലപ്പെട്ട ആ ലഹളയിൽ പോലീസ് അന്വേഷണം നടക്കുകയും ആ മരണത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം പ്രോഗ്രസീവ് പാർട്ടി നേതാവ് ശ്രീകാര്യം ശ്രീനിവാസനാണെന്ന് റിപ്പോർട്ട് വരികയും ഉണ്ടായി. എന്നാൽ റിപ്പോർട്ടിന്മേൽ പറഞ്ഞ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. തങ്ങൾക്ക് ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ആ കുടുംബക്കാർ നിരവധി തവണ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടുകയുണ്ടായി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ആ ലഹളയുടെ പിന്നിലെ യഥാർത്ഥ ആസൂത്രൻ ഈ ശ്രീകാര്യം ശ്രീനിവാസനായിരുന്നു. ആ കേസിൻ്റെ നടപടികൾ വൈകിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും യഥാർത്ഥ പ്രതി ശ്രീനിവാസനെതിരെയും അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട്. മാത്രമല്ല, ശ്രീകാര്യം ശ്രീനിവാസൻ ഇത്തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഇലക്ഷനിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ജയിക്കാൻ വേണ്ടി മാത്രം എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാൾ ഭരണത്തിൽ വരുന്നത് ഈ നാടിന് തന്നെ ഗുണമല്ല. ഇങ്ങനെ ഒരാൾ അധികാരത്തിൽ വരുന്നത് തടയാനായി കോടതി ഇടപെടുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ചെറിയനാട് മാർക്കറ്റ് ലഹള സത്യസന്ധമായ ഒരു ഉദ്യോഗസ്ഥനെ വെച്ച് പുനരന്വേഷിക്കാനും ശ്രീകാര്യം ശ്രീനിവാസന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്നും കോടതിയോട് വേദ ആവശ്യപ്പെട്ടു. ഇത് കേട്ട് പ്രതിഭാഗം വക്കീൽ വേദയ്ക്കെതിരെ സംസാരിച്ചെങ്കിലും ജഡ്ജി വേദയ്ക്കൊപ്പമായിരുന്നു. ജഡ്ജി പറഞ്ഞു, ശ്രീധരൻ തേരാട്ടിൻ്റെ സത്യസന്ധതയെപ്പറ്റി കോടതിക്ക് പണ്ടേ ബോധ്യമുള്ളതാണ്. ഏതായാലും കോടതി കേസിൻ്റെ ഫയൽ ഒന്ന് പരിശോധിക്കട്ടെ. ഈ കേസിൻ്റെ വിചാരണ അടുത്ത മാസം 27-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അതിനിടയിൽ ചെറിയനാട് മാർക്കറ്റ് ലഹളയെപ്പറ്റി സമഗ്രമായ അന്വേഷണ റിപ്പോർട്ട് കോടതി മുൻപാകെ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ശേഷം ശ്രീനിവാസന്റെ വീട്ടിൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇത്തവണത്തെ ഇലക്ഷനെ ഇതൊന്നും ബാധിക്കാൻ പാടില്ല, ശ്രീനിവാസൻ പറഞ്ഞു. അല്ല ശ്രീനി സാറേ, വേദ ഇതിനിടയിൽ ആ ശ്രീകാന്തിനെ പോയി കണ്ടു എന്നല്ലേ വിക്രം പറഞ്ഞത്? പുളിക്കൻ ചോദിച്ചു. ഞാൻ അവളോടത് ചോദിച്ചതാ സാറേ, പക്ഷേ വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയില്ല, വിക്രം പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് സാറേ, ഇത് വേദയും ശ്രീകാന്തും കൂടി സാറിനെതിരെ ഒരു കരു നീക്കിയതാണ്, പുളിക്കൻ പറഞ്ഞു. അതിന് വേദ എന്തിനു ശ്രീകാന്തിനെ കൂട്ടുപിടിക്കണം? വിക്രം ചോദിച്ചു. എനിക്കെതിരെ കേസ് കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ വാസവന്റെ കൂടെ ചേർന്ന് അയാളെ ജയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതാരുടെ നിർദ്ദേശപ്രകാരം വേദ എനിക്കെതിരെ പ്ലാൻ ചെയ്ത് കളിക്കുന്നതാ, ശ്രീനിവാസൻ പറഞ്ഞു. വേദ സാറിനെതിരെ കേസ് വാദിച്ചത് ഞാൻ സമ്മതിക്കുന്നു. അതും വേദയും ശ്രീകാന്തും വാസവനുമായിട്ടുള്ള ബന്ധമായിട്ട് കൂട്ടിക്കുഴയ്ക്കണ്ട സാർ, വിക്രം പറഞ്ഞു. നിനക്കിപ്പോഴും അവളോട് സോഫ്റ്റ് കോർണർ ആണല്ലേടാ, ശ്രീനിവാസൻ ചോദിച്ചു. അതല്ല, പൊളിറ്റിക്സിൽ അവൾക്കൊരു താല്പര്യമില്ലെന്ന് എനിക്കുറപ്പാണ്, വിക്രം പറഞ്ഞു. പക്ഷേ അവളിപ്പോൾ പ്രവർത്തിക്കുന്നത് അവൾക്ക് ഈ ഇലക്ഷനിൽ ഞാൻ പരാജയപ്പെടണമെന്നുള്ള താല്പര്യം പോലെയുണ്ട്, ശ്രീനിവാസൻ പറഞ്ഞു. എന്തായാലും പോലീസ് അന്വേഷണവും റിപ്പോർട്ട് സമർപ്പിക്കലും എല്ലാം കഴിയുമ്പോൾ ഇലക്ഷൻ തീരും സാർ, പുളിക്കൻ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഈ ഉത്തരവ് നമ്മളെ ബാധിക്കാത്ത പോലെ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നതല്ലേ നല്ലത്, വിക്രം ചോദിച്ചു. ആയിക്കോട്ടെ, അത് നീ തന്നെ മുൻകൈ എടുത്ത് ചെയ്യേ. നിന്റെ ഭാര്യ മുൻകൈ എടുത്ത് ചെയ്യുന്ന ഈ കേസ് വാസവനെ ജയിക്കാൻ സഹായിക്കുന്നതിനായി നടത്തുന്ന നാടകമാണെന്ന് മണ്ഡലത്തിലെ ഓരോ വീട്ടിലും കയറി ചെന്ന് വിശദീകരിക്ക്. മുഖാമുഖം കണ്ട് ആളുകളെ ബോധ്യപ്പെടുത്തണം. അതല്ലാതെ ഇതിന് വേറെ പരിഹാരമില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, കോടതി ഉത്തരവുണ്ടാക്കിയ ഡാമേജ് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. വോട്ട് ചെയ്യുന്നതിന് മുൻപ് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴത്തെ ഈ ഇമേജ് മാറ്റിയേ പറ്റൂ. ഇത് പറഞ്ഞ് ശ്രീനിവാസൻ ദേഷ്യത്തോടെ മുറിയിലേക്ക് പോയി. എല്ലാം കഴിഞ്ഞ് രാത്രി വിക്രം വീട്ടിലെത്തുമ്പോൾ ശ്രീജ പുറത്ത് വിക്രമിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീജ ധൃതിയിൽ വിക്രമിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരും എന്തോ കാര്യമോർത്ത് വിഷമിച്ചിരിക്കുകയാണെന്ന് വിക്രമിന് മനസ്സിലായി. മാഷിൻ്റെ കയ്യിൽ ഒരു പേപ്പറുണ്ട്.
എല്ലാവരുടെയും മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി വിക്രം മാഷിനോട് ചോദിച്ചു. എന്താ അച്ഛാ, എന്തു പറ്റി? മാഷ് ചോദിച്ചു. പോകും മുമ്പ് നീയും വേദയും വല്ല തീരുമാനമെടുത്തിരുന്നോ? ഇത് കേട്ട് കമല ചോദിച്ചു. അങ്ങനെ തീരുമാനിക്കാനും മാത്രം എന്താണടാ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇത് കേട്ട് വിക്രം ചോദിച്ചു. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ ആ പേപ്പർ വാങ്ങിയൊന്ന് വായിച്ചു നോക്ക്, ശ്രീജ പറഞ്ഞു. ഇത് വേദ അയച്ചിരിക്കുന്ന ഡിവോഴ്സിനുള്ള മ്യൂച്വൽ പെറ്റീഷനാ, മാഷ് പറഞ്ഞു. ഡിവോഴ്സോ? വിക്രം ചോദിച്ചു. നീയും വേദയും കൂടി ഒരുമിച്ചുള്ള അപേക്ഷയാണല്ലോ. വേദ സൈൻ ചെയ്ത് അയച്ചു. ഇനി നീ കൂടെ സൈൻ ചെയ്ത് തിരിച്ചയച്ചാൽ അവർക്ക് പെറ്റീഷൻ ഫയൽ ചെയ്യാം, നന്ദിനി പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ധാരണയായിട്ടുണ്ടോ? മാഷ് ചോദിച്ചു. അച്ഛൻ എന്താ ഈ പറയുന്നേ? ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കുന്നേ? വിക്രം ചോദിച്ചു. പിന്നെ എന്താ അവളിങ്ങനെ ചെയ്തതിൻ്റെ കാരണം? കമല ചോദിച്ചു. എനിക്കറിയില്ല, വിക്രം പറഞ്ഞു. ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയതും വിക്രം ആകെ തളർന്നുപോയി. മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന വിക്രമിൻ്റെ അടുത്ത് ചെന്ന് ശ്രീജ അത്താഴം കഴിക്കാൻ വിളിക്കുന്നുണ്ട്. വിക്രം പോയില്ല. വേദയെക്കുറിച്ചോർത്ത് മനസ്സ് നൊന്ത് വിക്രം കരയുകയാണ്. അടുത്ത പ്രോമോയിൽ അമ്പലത്തിൽ വെച്ച് കമലയും വേദയും പരസ്പരം കാണുന്നു. സന്തോഷത്തോടെ ഓടി വന്ന് വേദ കമലയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കമല ചോദിക്കുകയാണ്, നീയും വിക്രവുമായുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് ബന്ധം വേർപെടുത്താനുള്ള തലത്തിലേക്ക് വളർന്നുവെന്ന് മോൾ അയച്ച നോട്ടീസ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇത് പറയുമ്പോൾ വേദ ഒരു ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. അത് ചോദിക്കാനായി വേദ ദേഷ്യത്തിൽ ശ്രീകാന്തിനരികിലേക്ക് ചെല്ലുന്നതാണ് അടുത്ത പ്രൊമോയിൽ കാണുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കാം. ബായ്.